കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അച്ചടക്കം ഉറപ്പിക്കാനും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനുമാണ് ഒരു അച്ചടക്ക സമിതിക്ക് ഹൈക്കമാൻഡ് രൂപം നൽകിയത്. കോട്ടയം എംഎൽഎയും മുതിർന്ന നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായാണ് സമിതി രൂപീകരിച്ചത്. എൻ അഴകേശൻ, ഡോക്ടർ ആരിഫ എന്നിവർ കൂടി അംഗങ്ങളായ സമിതി 2002 ജനുവരി 4 ചുമതലയേൽക്കുകയും ചെയ്തു. സമിതി ചുമതല ഏറ്റെടുത്തതു മുതൽ കോൺഗ്രസിന്റെ എല്ലാ പരാതികളും അച്ചടക്ക സമിതി അന്വേഷിക്കുമെന്ന് പ്രഖ്യാപനം പതിവായി. ഇത്തരത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ സമിതി അന്വേഷണം നടത്തിയതായോ നടപടിയെടുത്തതായോ ഒരു വിവരവും വന്നിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം DCC പ്രസിഡന്റായിരുന്ന പാലോട് രവിയുടെ ഫോൺ സംഭാഷണം ചോർന്നതിലും പതിവ് പോലെ അച്ചടക്ക സമിതി പരിശോധിക്കുമെന്ന് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനമുണ്ടാകുമെന്ന് മാധ്യമങ്ങളെ നേരത്തെ അറിയിക്കുകയും എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്തുകയും ചെയ്തതിലും അച്ചടക്ക സമിതിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. VD സതീശൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും എക്സിക്യൂട്ടീവിലെ വാർത്ത ചോർത്തിയത് ആരെന്ന് കണ്ടെത്തിയിട്ടില്ല. ആർക്കെതിരെയും നടപടിയെടുത്തിട്ടുമില്ല. വയനാട്ടിലെ നിർണായകമായ KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിലെ വിവരങ്ങൾ ചോർന്നതിലും ഇതുപോലെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇതിലും ഒരു നടപടിയും ഉണ്ടായതായി അറിവില്ല. സ്വന്തം നിലയിൽ പലസ്തീൻ അനുകൂല പരിപാടി സംഘടിപ്പിച്ച ആര്യാടൻ ഷൗക്കത്തിന്റെ നടപടിയിലും അന്ന് അച്ചടക്ക സമിതിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഒന്നും ഉണ്ടായില്ല. ആര്യാടൻ ഷൗക്കത്ത് പിന്നീട് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച് MLAയുമായിട്ടുണ്ട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ മാത്രമാണ് തിരുവഞ്ചൂർ സമിതി ഒരു റിപ്പോർട്ട് നൽകിയത്. അതാകട്ടെ ആരോപണ വിധേയരെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതും. നേതൃത്വം ജാഗ്രത കാട്ടിയില്ലെന്ന പരാമർശം മാത്രമാണ് ഉണ്ടായിരുന്നത്. വയനാട്ടിൽ DCC പ്രസിഡന്റിന് നേരെയുള്ള കയ്യേറ്റത്തിൽ വരെ എത്തി നിൽക്കുന്ന കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരിന് കടിഞ്ഞാണിടാൻ KPCC അധ്യക്ഷന്റെ പരസ്യ താക്കീതിനാകുമോ അതോ കൂടുതൽ അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നതാണ് നേതാക്കളും പ്രവർത്തകരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടായിട്ടുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നടപടികൾ സ്വീകരിച്ചാൽ അത് വിഭാഗീയത കൂടുതൽ രൂക്ഷമാക്കും. ഈ സാഹചര്യത്തിലാണ് കടുത്ത നടപടികളിലേക്ക് കടക്കാതെ പരസ്യ താക്കീതിൽ മാത്രം ഒതുങ്ങിയതെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. KPCC അധ്യക്ഷൻ ജില്ലയിൽ എത്തുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രശ്നങ്ങളിൽ കർശന അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നായിരുന്നു നേതാക്കൾ പ്രതീക്ഷിച്ചിരുന്നത്. DCC അധ്യക്ഷ സ്ഥാനത്തിനു വേണ്ടി ജില്ലയിലെ ചില മുതിർന്ന നേതാക്കൾക്കിടയിലുള്ള വടംവലിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറികൾക്ക് കാരണമായതെന്നാണ് പ്രവർത്തകർക്കിടയിലെ സംസാരം. മറ്റു ജില്ലകളിലും സമാനമായ സാഹചര്യമാണുള്ളത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയിലും തരൂർ എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. തരൂർ പാർട്ടിയെ തള്ളിപ്പറഞ്ഞു മുന്നോട്ട് പോകരുത്. പുതിയ തലങ്ങളിലേക്ക് പോകുന്നത് പാർട്ടിയെ ചവിട്ടി മെതിച്ചുകൊണ്ടാവരുത്. തരൂരിന് ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടണം. കോൺഗ്രസ് പാർട്ടി അംഗമെന്ന നിലയിലെ പ്രാഥമിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. അന്തർദേശീയ തലത്തിലടക്കം പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയുടെ കൂടി അംഗീകാരം നേടണം. ഏതു തലം വേണമെങ്കിലും തരൂരിന് പോകാം. പക്ഷേ കോൺഗ്രസിലായിരിക്കുമ്പോൾ പാർട്ടിക്ക് വിധേയനാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഉപദേശങ്ങളെ തരൂർ മൈൻഡ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. CPM-ലും ഒരുപക്ഷെ BJP-യിലും എല്ലാ പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ അതിവേഗത്തിൽ പരിഹരിക്കപ്പെടുന്ന കമ്മിറ്റികൾ ഉണ്ടെങ്കിലും കോൺഗ്രസിലേക്ക് വരുമ്പോൾ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്ന കമ്മിറ്റിക്ക് ഒച്ചിഴയുന്ന വേഗത മാത്രമാണുള്ളത്. കോൺഗ്രസിനുള്ളിൽ ഉയരുന്ന വിവാദങ്ങളെ തണുപ്പിക്കാനുള്ള പ്രഖ്യാപനത്തിൽ മാത്രമുള്ളതായി മാറുകയാണ് തിരുവഞ്ചൂരിന്റെ അച്ചടക്ക സമിതി.